Welcome to the Department of Social Work, BBM Holy Cross College, Cherpunkal. Here I am going to take MSW syllabus-based subject, Community Health for Development Practice, Healthcare Administration and Community Health. It is a common paper for community development students and medical and psychiatry students. The syllabus and the contents are the same in both the students. Here we are going to discuss the module 3 of the topic Community Health for Development Practice or Healthcare Administration and Community Health. In the module 3, we are discussing about the health policies and programs. Yes, we are going to discuss about the policies of health policies. Till now, we had 3 policies. We had healthcare policy in 1983 and 2002 and now 2017. Now we are going to discuss about the policy. Before that, I am going to tell about define health. We have a common definition of WHO, a state of complete physical, mental and social well-being and not merely absence of disease or infirmity. It is not only the absence of disease. Healthy ആണെന്ന് പറയുമ്പോൾ ഒരാൾ ഹെൽത്ത് ആണെന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ കൊടുക്കുമ്പോൾ അസുഖമില്ലാത്ത അവസ്ഥ മാത്രമല്ല അതിനകത്തുള്ളത്, മറിച്ച് അയാളുടെ ഫിസിക്കലി, മെൻ്റലി ആൻഡ് സോഷ്യലി വെൽബീയിങ് ആണെന്ന് ഉറപ്പിക്കണം. ഇതാണ് ഹെൽത്തിന് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഡെഫിനിഷൻ. Next we are going to see what do you mean by policy. How can we define policy? Yes, policy is a system which provides the logical framework and rationality of decision making for achievement. ചില നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് ചില ഫ്രെയിംവർക്കുകൾ ക്രിയേറ്റ് ചെയ്യുകയാണ്, ആണ് പോളിസി. യെസ്, then we need to discuss about what is health policy. Health policy of a nation is its strategy for controlling and optimizing the social uses of health knowledge and intended objectives. ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചില ഒബ്ജക്റ്റീവ്സ് ക്രിയേറ്റ് ചെയ്ത് അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില പ്രോഗ്രാംസും പ്ലാൻസുകളും ക്രിയേറ്റ് ചെയ്യുകയാണ്. അതാണ് ഹെൽത്ത് പോളിസിയിലേക്ക് വരുന്നത്. ഈ കാര്യങ്ങൾ ഗവൺമെൻറ് ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ആ പ്രോഗ്രാംസ് എല്ലാം അറ്റൈൻ ചെയ്തിട്ടാണ് ആ പോളിസി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. Nowadays we are going under the crisis of corona or COVID-19 virus. നമ്മളെല്ലാവരും ഇപ്പോൾ കൊറോണ അല്ലെങ്കിൽ COVID-19 വൈറസിൻ്റെ സിറ്റുവേഷനിലാണ്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് പഠിക്കുന്ന കുട്ടികൾ, MSW കുട്ടികളെല്ലാവരും തന്നെ ഇപ്പോൾ അവർ പഠിക്കുന്നത് കൂടുതലായിട്ടും COVID-19 അല്ലെങ്കിൽ കൊറോണയുടെ സിറ്റുവേഷൻ വെച്ചിട്ടാണ് അവർ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമുക്ക് കൊറോണ, കോവിഡ് ഉണ്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുണ്ട്. പക്ഷേ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ ഈ COVID-19 അല്ലെങ്കിൽ കൊറോണ ഈ സിറ്റുവേഷൻ നമ്മളെ ഒരുപാട് ഇതിലേക്ക് മാത്രമായി കോൺസെൻട്രേറ്റ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിന് മുന്നുണ്ടായിട്ടുള്ള എപ്പിഡമോളജിക്കൽ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, ഇത് എല്ലാത്തിനെ പറ്റിയും ഒരു സ്റ്റഡി നടത്തണം. അതിന് തടസ്സമായി നിൽക്കുന്ന ഈ COVID-19 ഒരു തടസ്സമാണ്. കാരണം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഈ COVID-19 എന്ന് പറയുന്ന ഹെൽത്ത് ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സും നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് എല്ലാം ഇപ്പോൾ ഈ ഒരു ഡിസീസിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ടും ഇനി അടുത്ത പോളിസീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 2017 ഒരു ഹെൽത്ത് പോളിസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിന് ഡ്രാഫ്റ്റ് നമുക്ക് 2015 ഹെൽത്ത് പോളിസി ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. 2 വർഷത്തെ ഡിസ്കഷന് ശേഷം 2017 അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ
2017 കഴിഞ്ഞിട്ട് 3 years കഴിഞ്ഞപ്പോൾ COVID-19 എന്ന് പറഞ്ഞ ഒരു വലിയ ഡിസീസ് നമ്മൾ ഓവർകം പോയിക്കൊണ്ടിരിക്കുന്നു. അത് എവിടം വരെ എത്തും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇനി പോളിസീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഹെൽത്ത് പോളിസീസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇറാഡിക്കേഷനും പ്രോസസ്സുകളും ഇതെല്ലാം അതിനകത്ത് വരണം. പക്ഷേ MSW സിലബസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഈ ഒരു അസുഖത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതെ മുമ്പുണ്ടായിരുന്ന എപ്പിഡമോളജിക്കൽ ഡിസീസിനെ പറ്റിയും അതിനുശേഷം ഇനി വരാൻ ചാൻസ് ഉള്ള ഡിസീസിനെ പറ്റിയും ഓവറോൾ സ്റ്റഡി നമ്മൾ നടത്തേണ്ടിയിരിക്കും. അപ്പോൾ മാത്രമേ ഹെൽത്ത് പോളിസിയെ പറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്തിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകത്തുള്ളൂ. അതൊരു ആമുഖമായി ഞാൻ പറഞ്ഞോളൂ. നമ്മൾ ഹെൽത്ത് പോളിസിയിലേക്ക് വരികയാണ്. ഫസ്റ്റ് വി ഹാഡ് ദ പോളിസി ഇൻ 1983. 1983 പോളിസി ആദ്യമായി ക്രിയേറ്റ് ചെയ്യുമ്പോൾ WHO അല്ലെങ്കിൽ ഹെൽത്ത് ഫോർ ഓൾ ബൈ 2000 ത്രൂ ദ കോംപ്രിഹെൻസീവ് PHC സർവീസ്. 1983 പോളിസിയുടെ ഒരു മെയിൻ അജണ്ടയായിരുന്നു ഹെൽത്ത് ഫോർ ഓൾ. പൂർ ആയാലും റിച്ച് ആണെങ്കിലും എല്ലാവർക്കും ഹെൽത്ത് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു പോളിസി 2000 PHC വഴി എല്ലാവർക്കും ഹെൽത്ത് കിട്ടുക. അത് ഏകദേശം 2000 നമ്മൾ അറ്റൈൻ ചെയ്യാൻ സാധിക്കുകയും നമുക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ 1983 പോളിസിയിലെ ഒരുപാട് പ്രോഗ്രാംസും പ്ലാനിങ്ങും ഉണ്ടായിരുന്നു. അതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്തു. കുറേയൊക്കെ അറ്റൈൻ ചെയ്യാൻ സാധിച്ചു, കുറേയൊക്കെ സാധിച്ചില്ല. അങ്ങനെ കടന്നു പോകുമ്പോൾ ആഫ്റ്റർ ദാറ്റ് we reached in 2002 ഹെൽത്ത് പോളിസി. 2002 ഒരു ഹെൽത്ത് പോളിസി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. 2002 ഹെൽത്ത് പോളിസിയിലെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കണം. അതിലേക്ക് നമ്മൾ വരികയാണ്. നാഷണൽ ഹെൽത്ത് പോളിസി 2002. ഈ ഒരു സിലബസ് പഠിക്കുന്നയാള 1983 പോളിസിയുടെ ഒരു ബ്രീഫായിട്ടുള്ള ഐഡിയ പഠിക്കുക. 2002 നാഷണൽ ഹെൽത്ത് പോളിസിയെ പറ്റി ഡീപ്പായിട്ട് പഠിക്കുക. അതിനുശേഷം 2017 സിലബസ് പോളിസിയെ പറ്റി പഠിക്കുക. ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് സ്റ്റഡി ചെയ്യേണ്ടത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇതിൻ്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നമുക്ക് നടത്താൻ സാധിക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് essay ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അത് MSW സിലബസ് MG യൂണിവേഴ്സിറ്റി പഠിക്കുന്ന കുട്ടികൾ അത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും. നാഷണൽ ഹെൽത്ത് പോളിസി 2002. A revised health policy for achieving better health care and unmet goals has been brought out by Government of India National Health Policy 2002. According to this revised policy, government and health professionals are obligated to render good health care to the society. Yes, എല്ലാ ഹെൽത്ത് പോളിസിയുടെയും മെയിൻ ആയിട്ട് അജണ്ട ഗുഡ് ഹെൽത്ത് ഫോർ ദ സൊസൈറ്റി, ഹെൽത്ത് ഫോർ ഓൾ. അത് എത്രമാത്രം ബെറ്റർ ആയിട്ട്, എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് സൊസൈറ്റിക്ക് ഹെൽത്ത് കിട്ടാം, അത് റിച്ച് ആയാലും പൂർ ആയാലും എല്ലാവർക്കും എത്രമാത്രം എഫിഷ്യൻ്റ് ആയിട്ട് ഹെൽത്ത് കിട്ടാം എന്നുള്ളതാണ് എല്ലാ പോളിസിയുടെയും മെയിൻ അജണ്ട. 2002 ഹെൽത്ത് പോളിസിയുടെയും മെയിൻ അജണ്ട തന്നെയാണ്. ഒപ്റ്റിമൈസിംഗ് ദ യൂസ് ഓഫ് ഹെൽത്ത് സർവീസസ് ടു എ ലാർജ് ഗ്രൂപ്പ് റാദർ ദാൻ ദ സ്മോൾ ഗ്രൂപ്പ് ഈസ് എ ഫോർസീൻ even by the NHP 2002. Inclusion of social policies add to credit for the revised NHP 2002. Main objectives of the NHP 2002. Primary health care approach. Yes, we have many primary health centers. We could see in our Panchayat ward. In ward we have sub-centers. Panchayat we have primary health centers. Just to study about the functions of the primary health center. 2002 NHP അനുസരിച്ച് പ്രൈമറി ഹെൽത്ത് സെൻ്ററിന് ഒരു അപ്രോച്ച്, അതിനുവേണ്ടി തന്നെ ഒരു അപ്രോച്ചസ് ഉണ്ടായിരുന്നു. പ്രൈമറി ഹെൽത്ത് സെൻ്ററിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അപ്രോച്ചസ് അതിനകത്തുണ്ടായിരുന്നു. അടുത്ത ഒബ്ജക്റ്റീവ് വരുന്നത് ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. പഞ്ചായത്ത് രാജിൻ്റെ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് കടന്ന് വന്നപ്പോൾ നമ്മൾ അത് ഏകദേശം ആ ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സിലേക്ക് വന്നു. NHPക്കകത്തും ഈ ഒരു ഡീസെൻട്രലൈസേഷൻ പ്രോസസ്സ് ഉണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് CHC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഹെൽത്ത് കെയർ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇനിയും വരുന്ന മൊഡ്യൂൾസിൽ കാണുന്നുണ്ട്. പ്രൈമറി ഹെൽത്ത് സെൻ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, ആ ഒരു ടയർ സിസ്റ്റംസ് വരാനുണ്ട്. 2002 മറ്റൊരു ഒബ്ജക്റ്റീവ് സ്ട്രെങ്തനിങ് ദ എക്സ്റ്റെൻഡിങ് പബ്ലിക് ഹെൽത്ത് സർവീസ്, എൻഹാൻസിങ് കോൺട്രിബ്യൂഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് NGO സെക്ടർ ഇൻ ഹെൽത്ത് കെയർ ഡെലിവറി, increase in public spending for health care. ഇതൊക്കെയാണ് മെയിനായിട്ട് NHP 2002 ഹെൽത്ത് പോളിസിക്കകത്തുണ്ടായിരുന്നത്.
Policy prescriptions or key components in 2002 health policy. Financial resource, equity, delivery of national public health programs, the state public health infrastructure, extending public health services, role of local self-government institutions, norms of healthcare professionals, Indian Medical Council Act and Indian Nursing Council Act, ഇതെല്ലാം 2002 പോളിസിയായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. Education of healthcare professionals, need for specialized public health and family medicine, nursing personnel and professionals, use of genetic drugs and urban community health center, it functions, OPD facilities. അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് 2002 നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിലും ഒക്കെ 2002 നാഷണൽ ഹെൽത്ത് പോളിസി അവൈലബിൾ ആണ്. അതിനകത്ത് കടന്നു പോകുമ്പോൾ ഒരുപാട് ഒബ്ജക്റ്റീവ്സ് പ്രോഗ്രാംസ് എല്ലാം നാഷണൽ ഹെൽത്ത് പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുകയുണ്ടായി, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയുണ്ടായി. അത് ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ IEC ക്യാമ്പയിൻസ്, വി ആൾ ഹിയർ അബൌട്ട് ദ IEC ക്യാമ്പയിൻസ്, സ്കൂൾ ചിൽഡ്രൻ and interpersonal communication by folk and traditional media to bring about the behavioral change, health research, role of private sector, role of civil society, national disease surveillance network, health statistics, women health, medical ethics, enforcement of quality standard of food and drugs, regulation of standards in paramedical disciplines, environmental and occupational health. Environmental health എല്ലാം നാഷണൽ ഹെൽത്ത് പോളിസി 2002 ഒരുപാട് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പ്രൊവൈഡിങ് മെഡിക്കൽ ഫെസിലിറ്റീസ് ടു യൂസസ് ഓഫ് ഓവർസീസ് ഹെൽത്ത് ടൂറിസം. All these objectives and components were in the 2002 NHP. Now we are coming to the 2017 National Health Policy. 2017 National Health Policyക്ക് മുമ്പ് 2015 നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ഒരു ഡ്രാഫ്റ്റ് ഇറങ്ങിയിരുന്നു. അതിൻ്റെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് നാഷണൽ ഹെൽത്ത് പോളിസി 2017 വരുന്നത്. ഓരോ സമയവും ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ ഗവൺമെൻറ് നമ്മളുടെ രാജ്യത്ത് ഓരോ പോളിസീസ് ക്രിയേറ്റ് ചെയ്യും. Nowadays we are discussing about the national education policies. Like that we had the national health policy discussions. നമുക്ക് 2015 നാഷണൽ ഹെൽത്ത് പോളിസിയുടെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് അവസാനം 2017 നാഷണൽ ഹെൽത്ത് പോളിസി 2017 വന്നു. NHP 2017 also identified 7 priorities areas for improving the environment for health. These priorities areas needing coordinated action include the Swachh Bharat Abhiyan. As we all heard about the Swachh Bharat Abhiyan, we were working in the Swachh Bharat Abhiyan, the waste management systems. This all came and all included in the National Health Policy 2017. Balanced health diet and regular exercise, addressing tobacco, alcohol and substance abuse, Yatrik Suraksha, preventing the death due to the rail and road traffic accidents, a new era of traffic death prevention. നമ്മൾ റെയിൽവേയിലൊക്കെയുള്ള റെയിൽവേയിലും മറ്റും ഡെത്ത് സംഭവിക്കുന്നു. ഇതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പുതിയ മെത്തേഡുകൾ 2017. ഇങ്ങനെ ഓരോ സമയത്തും പുതിയ സിറ്റുവേഷൻ അനുസരിച്ച് പോളിസീസിന് ഒരു മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ 2017 നല്ലൊരു പോളിസിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നിർഭയ, reduce stress and improved safety in the workplace, reducing indoor and outdoor air pollution. ഈ നാഷണൽ ഹെൽത്ത് പോളിസി 2017 ഞാൻ അതിന് ചെറിയൊരു വിഷയം വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞു. 2020 നമുക്കൊരു വലിയ ഒരു എക്സ്പ്രസ് ട്രെയിൻ പോലെ ഒരു കൊറോണ വൈറസ് നമ്മളെ ക്ലോസ് ചെയ്ത് പോവുകയാണ്. അത് എത്രമാത്രം നീണ്ടുപോകുന്ന അറിയത്തില്ല. അപ്പോൾ നാഷണൽ ഹെൽത്ത് പോളിസി 2015 മുതൽ ഡിസ്കഷൻ നടത്തി 2017 ഈ പോളിസി വന്നപ്പോഴത്തേക്കും ഒരുപാട് പ്രോഗ്രാംസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഈ കൊറോണ വൈറസിന് ശേഷം ആഫ്റ്റർ കൊറോണ വി cannot predict how to implement these programs. എങ്ങനെ ഈ പ്രോഗ്രാംസ് ഒക്കെ 2017 പോളിസീസ് പ്രോഗ്രാംസും എത്രമാത്രം എഫക്റ്റീവായിട്ട്, പക്ഷെ നമ്മൾ ഓവർകം ചെയ്യും, സർവൈവ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററീസ്, വി ഹാവ് മെനി ഹിസ്റ്ററീസ്. വി വിൽ സർവൈവ് ആഫ്റ്റർ കൊറോണ ഓൾസോ. വി വിൽ ഇംപ്ലിമെൻറ്റ് മെനി പ്രോഗ്രാംസ്, മെനി ഹെൽത്ത് പ്രോഗ്രാംസ് ആൻഡ് ന്യൂ ടെക്നിക്സ്, ന്യൂ programs we will implement after this COVID-19 situation.
എങ്കിലും 2017 പോളിസിയെ പറ്റി കൂടുതൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. 2017 പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ആ നാഷണൽ ഹെൽത്ത് പോളിസിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില പ്രോഗ്രാംസും കൂടെ നമ്മൾ പ്ലാൻ ചെയ്യും. നമ്മളെല്ലാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്യും. നമ്മളോട് ഒരുമിച്ചാണ് നമ്മൾ ചെയ്യുക. ഡിസ്കഷനൊക്കെ നമുക്ക് ഇടാറുണ്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് ഇത് പ്ലാൻ ചെയ്ത് പോകുന്നത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്ലാൻ ചെയ്ത കുറേ പ്രോഗ്രാംസ് നമ്മൾ 2017 പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. ഒന്ന് ജനനി ശിശു സുരക്ഷാ കാര്യക്രം, राष्ट्रीय किशोर स्वास्थ्य कार्यक्रम, राष्ट्रीय बाल स्वास्थ्य कार्यक्रम, मिशन इंद्रधनुष, जननी सुरक्षा योजना JSY, you all heard about, प्रधानमंत्री सुरक्षित मातृत्व अभियान, नवजी शिशु सुरक्षा कार्यक्रम, नेशनल प्रोग्राम फॉर फैमिली प्लानिंग. നാഷണൽ ഹെൽത്ത് പോളിസി 2017 ബന്ധപ്പെട്ടിട്ട് ഓരോ പർട്ടിക്കുലർ പ്രോഗ്രാംസ്, ഓരോ പർട്ടിക്കുലർ ഹെൽത്ത് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോഗ്രാംസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ ന്യൂട്രീഷണൽ പ്രോഗ്രാംസ്. ന്യൂട്രീഷൻ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ഉണ്ട്. ന്യൂട്രീഷൻ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഹൗ ടു ഇമ്പ്രൂവ് ദ ന്യൂട്രീഷണൽ, ഹൗ ടു പ്രിവെൻറ്റ് ദ മാൽ ന്യൂട്രീഷൻ പ്രോബ്ലംസ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 2017 ചില പ്രോഗ്രാംസ് ആണ്. നാഷണൽ അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡർ കൺട്രോൾ പ്രോഗ്രാം, MAA മദേഴ്സ് അബ്സല്യൂട്ട് അഫെക്ഷൻ പ്രോഗ്രാം ഫോർ ഇൻഫൻറ്റ് ആൻഡ് യങ് ചൈൽഡ് ഫീഡിംഗ്, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഫ്ലോറോസിസ്, നാഷണൽ അയൺ പ്ലസ് ഇനീഷ്യേറ്റീവ് ഫോർ അനീമിക് കൺട്രോൾ പ്രോഗ്രാംസ്, നാഷണൽ വൈറ്റമിൻ A prophylaxis program, integrated child development services ICDS, midday meal program. These are all programs under the nutritional area of the health programs. Okay, now we are going to communicable disease. We have now the major communicable disease we are facing. Anyway, we want to discuss the communicable disease area. In 2017 policies, many programs are related to the communicable disease area. Integrated disease surveillance program, revised national tuberculosis control program. We all hear about the RNTCP. TB കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി നേരത്തെ TCP അല്ലെങ്കിൽ TB കൺട്രോൾ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് നമുക്ക് റിവൈസ്ഡ് നാഷണൽ കൺട്രോൾ പ്രോഗ്രാമായിട്ട് 2017 പോളിസി മുതൽ അത് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനു മുമ്പും ഡിസ്കഷൻ ഉണ്ടായിരുന്നു. നാഷണൽ ലെപ്രസി എറാഡിക്കേഷൻ പ്രോഗ്രാം, നാഷണൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, പൾസ് പോളിയോ പ്രോഗ്രാം, നാഷണൽ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ റാബീസ് കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഓൺ കണ്ടെയ്ൻമെൻറ്റ് ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസുമായിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നാഷണൽ ഹെൽത്ത് പോളിസി 2017 നാഷണൽ ടുബാക്കോ കൺട്രോൾ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ക്യാൻസർ, ഡയബറ്റിസ്, കാർഡിയോവാസ്കുലർ ഡിസീസ് ആൻഡ് സ്ട്രോക്ക്, നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഒക്യുപ്പേഷൻ ഡിസീസ്, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഡെഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, നാഷണൽ മെൻ്റൽ ഹെൽത്ത് പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെൻറ്റ്, പ്രധാനമന്ത്രി നാഷണൽ ഡയാലിസിസ് പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം ഫോർ ഹെൽത്ത് കെയർ ഫോർ എൽഡർലി, നാഷണൽ പ്രോഗ്രാം ഫോർ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി ബേൺ ഇഞ്ചുറി. അങ്ങനെ 2017 വന്നപ്പോഴത്തേക്ക് പുതിയ ഒരുപാട് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരുപാട് ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഒരുപാട്, നമ്മുടെ ഡയബറ്റീസ് ആയിട്ടും പ്രഷറായിട്ടും ഷുഗർ, അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് 2017 പോളിസീസ് എത്തിയിട്ടുണ്ട്. ഹെൽത്ത് സിസ്റ്റം സ്ട്രെങ്തനിങ് പ്രോഗ്രാം, ആയുഷ്മാൻ പ്രോഗ്രാം, പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന, ഇങ്ങനെ ഒരുപാട് പ്രോഗ്രാം. NHM നാഷണൽ ഹെൽത്ത് മിഷൻ, മിഷനെ വി ആർ ഗോയിങ് ഡിസ്കസ് വെരി വിശദമായിട്ട് നാഷണൽ ഹെൽത്ത് മിഷനെ പറ്റി, NHMനെ പറ്റി പഠിക്കാനുണ്ട്. ഇത്രയുമാണ് നമുക്ക് നാഷണൽ ഹെൽത്ത് പോളിസി 2017 നമുക്ക് കാണാനുള്ളത്. 2017 നാഷണൽ ഹെൽത്ത് പോളിസി. അപ്പോൾ നമ്മൾ MSW സിലബസ് പഠിക്കുന്നവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടുകൂടി പഠിക്കേണ്ട ഒരു ഏരിയ ആണ് നാഷണൽ ഹെൽത്ത് പോളിസി. നാഷണൽ ഹെൽത്ത് പോളിസി 1983 ഒരു ബ്രീഫായിട്ട് അതിനെപ്പറ്റി ഐഡിയ ഉണ്ടാകുക. 2002 നാഷണൽ ഹെൽത്ത് പോളിസിയെ പറ്റി ഒരു നല്ലൊരു ഐഡിയ ഉണ്ടാകുക. 2017 2002 വെച്ചൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തുക. ഈ കമ്പാരിറ്റീവ് സ്റ്റഡി വെച്ച് 2017 ഇനി ഉള്ള പ്രോഗ്രാംസ് എത്രമാത്രം, ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് നല്ല രീതിയിൽ റൺ ചെയ്യുന്നത്, അത് നാഷണൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. എത്രമാത്രം നല്ല രീതിയിലാണ് ഈ പ്രോഗ്രാംസ് എല്ലാം മുമ്പോട്ട് പോകുന്നത്, ഇതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്,
സ്ട്രെങ്ത് ഒക്കെയാണ്, എന്തൊക്കെയാണ് ത്രെഡ്സ്, എന്താണ് ഇത് നടക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനകത്ത് ഒബ്സ്റ്റിക്കിൾസ് ഉണ്ടോ, ഇതെല്ലാം ഡീപ്പായിട്ട് സ്റ്റഡി നടത്തുമ്പോൾ നാഷണൽ ഹെൽത്ത് പോളിസിയെ പറ്റിയുള്ള ഒരു ഐഡിയ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, MSW പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഐഡിയ കിട്ടും. അപ്പോൾ മൂന്നാമത്തെ മൊഡ്യൂളിൽ നാഷണൽ ഹെൽത്ത് പോളിസി എന്ന് പറയുന്ന ഒരു ഏരിയ എല്ലാവരും വിശദമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നാഷണൽ ഹെൽത്ത് പോളിസി ഞാൻ വിടുകയാണ്. അടുത്തത് നാഷണൽ പോപ്പുലേഷൻ പോളിസിയിലേക്ക് കടക്കുന്നു. നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000-ലാണ് നാഷണൽ പോപ്പുലേഷൻ പോളിസി റിലീസ് ചെയ്തത്. ഫെബ്രുവരി 15-ന് 2000-ലാണ് നാഷണൽ പോപ്പുലേഷൻ പോളിസി വന്നത്. അതിനുശേഷം 2000-ലെ നാഷണൽ പോപ്പുലേഷൻ പോളിസി ടാർഗറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും 2045 വരെ ടാർഗറ്റാണ്. അതുകൊണ്ടാണ് പിന്നീട് അതിനകത്ത് വലിയ റിവേഴ്സ് വരാത്തത്. 2000-ലാണ് നമുക്ക് നാഷണൽ പോപ്പുലേഷൻ പോളിസി വരുന്നത്. 2000-ലെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ പറയുകയാണ്. ഇറ്റ് എയിംസ് ടു ബ്രിങ് ദ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് ടു റിപ്ലേസ്മെന്റ് ലെവൽ ഓഫ് ബൈ 2010 and to achieve stable population by 2045 at a level of consistent with the sustainable economic growth, social development and environmental protection. ഈ 2000-ലെ പോപ്പുലേഷൻ പോളിസിക്കകത്ത് ഒരുവിധപ്പെട്ട ഏരിയ എല്ലാം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ അച്ചീവ് ചെയ്തു പോയിട്ടുണ്ട്, കുറേ ഇനിയും അച്ചീവ് ചെയ്യാനുണ്ട്. എങ്കിലും പോപ്പുലേഷൻ പോളിസി നമ്മൾ നേരത്തെ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയൊക്കെ പണ്ട് ഡിസ്കസ് ചെയ്തിരുന്നു, കുടുംബാസൂത്രണത്തെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നീട് ഒരിക്കലും നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ഇസ് ദ ബെസ്റ്റ് റിസോഴ്സ്, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് നല്ലൊരു അസറ്റാണ്, നമ്മുടെ രാജ്യത്ത് അസറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ റിഡക്ഷൻ നമ്മൾ കുറച്ചു, പോപ്പുലേഷൻ റിഡക്ഷൻ കുറച്ചു. പിന്നീട് ഈ പോളിസിക്ക് പല വാദപ്രതിവാദങ്ങളൊക്കെ ഈ പോളിസിക്ക് അത് വന്നിട്ടുണ്ട്. എങ്കിലും ഇപ്പോൾ 2000-ലെ നാഷണൽ പോപ്പുലേഷൻ പോളിസി മുന്നോട്ട് പോവുകയാണ്. നാഷണൽ പോപ്പുലേഷൻ പോളിസിയെ പറ്റി കൂടുതൽ വിശദീകരിച്ച് പോകുന്നില്ല, നമുക്ക് നെറ്റിലും മറ്റ് എല്ലായിടത്തും അവൈലബിൾ ആയ കാര്യമാണ്. നാഷണൽ പോപ്പുലേഷൻ പോളിസി പ്രൊവൈഡ്സ്, ജസ്റ്റ് പറഞ്ഞു പോവുകയാണ്. നാഷണൽ പോപ്പുലേഷൻ പോളിസി പ്രൊവൈഡ്സ് ദ പോളിസി ഫ്രെയിംവർക്ക് അച്ചീവിംഗ് ഗോൾ ഓഫ് പ്രയോറിറ്റൈസിംഗ് സ്ട്രാറ്റജി ഡ്യൂറിംഗ് ദ നെക്സ്റ്റ് ഡിക്കേഡ് ടു മീറ്റ് reproductive and child health need for the people in India, along with the target to achieve the net replacement level total fertility rate improve ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000-നകത്ത് വരുന്നത്. Imparting free and compulsory school education up to 14 years age. ഇത് ഈ 14 years ഏജിനുള്ള കമ്പൽസറി എഡ്യൂക്കേഷൻ നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000-ലെ ഒരു സജഷൻ ആയിരുന്നു. അത് പിന്നീട് ഹെൽത്ത് എഡ്യൂക്കേഷൻ പോളിസിയിലേക്ക് വന്നു. പിന്നീട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു. 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധ വിദ്യാഭ്യാസം എന്നുള്ള കാര്യം. Reducing infant mortality rate below 30 per 100 lives birth, achieving the universal immunization of children against all vaccine preventable disease. ഇതെല്ലാം നാഷണൽ പോപ്പുലേഷൻ പോളിസിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. നാഷണൽ പോപ്പുലേഷൻ പോളിസി ഇതിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു മോട്ടോയാണ് ഹെൽത്ത് ഫോർ ഓൾ. ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള ഒരു മോട്ടോയിലാണ് നാഷണൽ ഹെൽത്ത് പോളിസി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഈ സ്റ്റഡീസ് എല്ലാം, ഈ ഹെൽത്തുമായിട്ടുള്ള സ്റ്റഡീസ് എല്ലാം ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്ന ആ ഒരു മോട്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട് വരണം. ഹെൽത്ത് ഫോർ ഓൾ മീൻസ് ദാറ്റ് ഹെൽത്ത് ഈസ് ടു ബി ബ്രോട്ട് വിത്തിൻ റീച്ച് ഓഫ് എവറി വൺ ഇൻ എ ഗിവൺ കൺട്രി. And by health is when a person's state of well-being, not just the availability of health service, a state of health that enables a person to live a socially and economically productive life. Socially and economically ഒരു ഇൻഡിവിജ്വലിനെ പ്രൊട്ടക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ്റെ ഹെൽത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുക, അവൻ്റെ ആരോഗ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് അവൻ്റെ സാമൂഹ്യപരമായിട്ട് സാമ്പത്തികപരമായിട്ടും they need to produce, they have to be a protective element. ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ സംബന്ധിച്ചത് അയാൾ പ്രൊഡക്റ്റീവ് ആയിരിക്കും. പ്രൊഡക്റ്റീവ് ആണെങ്കിൽ നല്ല ഹെൽത്ത് ഉണ്ടാകും. അതുകൊണ്ട് ഹെൽത്ത് ഫോർ ഓൾ, റിച്ച് ഓർ പുവർ എനിബഡി, ഹെൽത്ത് ഫോർ ഓൾ മോട്ടോ കെ. അപ്പോൾ ഈ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള ഒരു മോട്ടോ നമ്മളുടെ ഈ സിലബസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹെൽത്ത് ഫോർ ഓൾ. അപ്പോൾ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറഞ്ഞാൽ നമുക്ക് WHO മുതലുള്ള എല്ലാ നമ്മളുടെ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഈ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള മോട്ടോ ക്രിയേറ്റ് ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മളുടെ പോളിസീസും എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. The principles of primary health care are accessibility, public participation, health promotion, appropriate technology and intersectional cooperation. Accessibility means that the 5 types of health care
are universally available to all clients regardless to geographic location. ഇപ്പോൾ ഹെൽത്ത് ഫോർ ഓൾ ഏത് ഏരിയയിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഹെൽത്ത് കിട്ടണം. എന്തിനാണ് ഹെൽത്ത് കിട്ടുന്നത്? നല്ല പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ. ഓരോ വ്യക്തിയും ജനിക്കുമ്പോൾ മുതൽ ഒരു കുട്ടിയുടെ ചൈൽഡ് ഹെൽത്ത് മുതൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ചൈൽഡ് ഹെൽത്ത് മുതൽ ചൈൽഡിന് മുമ്പ് തന്നെ മെറ്റേണൽ ഹെൽത്ത്, മദർ ഹെൽത്ത്, അമ്മയുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളുടെ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുമുതൽ കുട്ടിയുടെ ഹെൽത്ത്, കുട്ടി ഡെവലപ്പ് ചെയ്ത് സ്കൂൾ ഹെൽത്തിന് ശേഷം അതിൻ്റെ യൂത്ത് ആയി കഴിയുമ്പോൾ അവിടെയുള്ള ഹെൽത്ത്, അതിനുശേഷം ഓൾഡ് ഏജ് ആയി കഴിയുമ്പോൾ അവിടെയുള്ള ഹെൽത്ത്, ഇതെല്ലാം ഒരു വ്യക്തിയുടെ ഫുൾ ജീവിതത്തിൽ ലൈഫ് ബീയിങ്ങിലെ ഹെൽത്ത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഓരോ ഇൻഡിവിജ്വലും, ഓരോ സൊസൈറ്റിയിലെ കമ്മ്യൂണിറ്റിയിലെ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ദേ നീഡ് ടു പ്രൊഡ്യൂസ് ഫോർ സംതിങ് ഫോർ ദി കൺട്രി. നമ്മളുടെ രാജ്യത്തിന് വേണ്ടി, സൊസൈറ്റിക്ക് വേണ്ടിയും അതിന് പ്രൊഡക്റ്റീവ് ആണ്. സോഷ്യലി, എക്കണോമിക്കലി ദേ ഹാവ് ടു ബി എ പ്രൊഡക്റ്റീവ് തിങ്. അതുകൊണ്ട് ഒരു ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള മോട്ടോവായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അടുത്ത നെക്സ്റ്റ് ഭാഗം വരുന്നത് പോപ്പുലേഷൻ ഡൈനാമിക്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള. അത് കൂടുതൽ ഡീപ്പായിട്ട് അതിലേക്ക് വരുന്നില്ല. നമുക്ക് ജസ്റ്റ് ഇന്ത്യയിലെയും കേരളത്തിലെയും പോപ്പുലേഷൻ ഡൈനാമിക്സ് നമുക്ക് ഇന്ത്യയിൽ എത്രമാത്രം പോപ്പുലേഷൻ ഇപ്പോൾ നമുക്ക് നിലവിൽ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കറിയാം 10 വർഷത്തിനിടയിലാണ് നമുക്ക് സെൻസെക്സ് നടക്കുന്നത്. 2011 നമുക്ക് നടന്നു. ഇനി 2021 നമുക്ക് നടക്കണം. 10 വർഷത്തിന് ശേഷം നമുക്ക് നടക്കും. അപ്പോൾ നമുക്ക് കൊറോണയ്ക്ക് ശേഷം ഒരുപാട് ഡെത്ത് റേറ്റ് കൂടുതലുണ്ട്, ബർത്ത് റേറ്റ് കുറവാണ്. അപ്പം നമുക്ക് പോപ്പുലേഷൻ റേറ്റിലൊക്കെ കുറവുണ്ടാവും. അപ്പോൾ ഇതെല്ലാം ഈ പോപ്പുലേഷൻ ഡൈനാമിക്സ് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കുള്ള സംസ്ഥാനങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ പോപ്പുലേഷൻ ഡൈനാമിക്സ്, ഡെൻസിറ്റി കൂടിയ പോപ്പുലേഷൻ എവിടെയാണ്, ഡെൻസിറ്റി കുറഞ്ഞ പോപ്പുലേഷൻ എവിടെയാണ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്, എവിടെയാണ് പോപ്പുലേഷൻ കുറഞ്ഞത്, ഇതെല്ലാം നമുക്ക് ജനറൽ നോളജിൻ്റെ സബ്ജക്റ്റ് ആണ്. ജനറൽ നോളജിൻ്റെ ബുക്കുകളിൽ നമുക്ക് കിട്ടുന്നതാണ്. എത്രമാത്രം പോപ്പുലേഷൻ നമുക്ക് നേരത്തെ ഉള്ള പോപ്പുലേഷനെ എത്രമാത്രമാണ്, അത് വെച്ചിട്ട് നമുക്ക് പോപ്പുലേഷൻ ഡൈനാമിക്സ് എന്ന് പറയുന്ന ഐഡിയ നമുക്ക് കിട്ടും. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് എത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്, തിരുവനന്തപുരത്ത് എത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്, ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടിയ സ്ഥലം എവിടെയാണ്, അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ജനറൽ നോളജിൻ്റെ സബ്ജക്റ്റുകൾ നമുക്ക് കിട്ടുന്ന ഒരു ഐഡിയ ആണ് പോപ്പുലേഷൻ ഡൈനാമിക്സ്. എങ്കിലും നമ്മുടെ സോഷ്യൽ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് അത് പഠിക്കേണ്ട കാര്യം ഉണ്ട്. പോപ്പുലേഷൻ ഡൈനാമിക്സ് നമുക്ക് ഇന്ത്യയുടെ പോപ്പുലേഷൻ ജസ്റ്റ് എന്നറിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഇന്ത്യയിൽ ഇപ്പോൾ 138 കോടി ജനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് നിലവിൽ. 2020 യുണൈറ്റഡ് നേഷൻസ് ഒരു ചെറിയ സർവേ നടത്തിയിരുന്നു. ഇതനുസരിച്ച് 138 crore, അതിന് സംതിങ് ഉണ്ട്. 138 സംതിങ് കോടിയാണ് നമുക്കിപ്പോൾ ഇന്ത്യയിലുള്ളത്. 121 കോടിയായിരുന്നു 2011 നമ്മളുടെ സെൻസെക്സ് അനുസരിച്ചുണ്ടായിരുന്നത്. അത് പിന്നീട് ഇൻക്രീസ് ചെയ്തു. ഇനി ആഫ്റ്റർ കൊറോണ വി കനോട്ട് പ്രൊഡിക്റ്റ്, നമുക്ക് വരുമ്പോൾ കാണാം. നമുക്ക് 2021 നമുക്ക് സെൻസസ് എടുക്കണം, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. കേരളത്തിലേത് നമുക്ക് വരുന്നത് 2016 3.41 crore ഉണ്ടായിരുന്നു. 3,41,00,000 അത്രയാണ് 2016 ഉണ്ടായിരുന്നത്. 2019 വരുമ്പോൾ 3.45 crore ആണ്. നമുക്ക് ഈ പോപ്പുലേഷൻ ഡൈനാമിക്സിനകത്തൊക്കെ ഇമ്പോർട്ടൻസ് ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മോർട്ടാലിറ്റി, നമ്മുടെ ഡെത്ത് റേറ്റും ബർത്ത് റേറ്റും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. പോപ്പുലേഷൻ കൂടുന്നുണ്ട്. നമുക്ക് അത് പണ്ടൊക്കെ അതൊരു നെഗറ്റീവ് ട്രെൻഡായിട്ട് തോന്നുമെങ്കിലും പല സാഹചര്യത്തിൽ നമുക്കതൊരു പോസിറ്റീവ് ട്രെൻഡായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. എക്കണോമിക്കലി അത് ചിന്തിക്കുമ്പോൾ ഇത് അസറ്റായിട്ട്, ഹ്യൂമൻ റിസോഴ്സ് അസറ്റായിട്ട് നമുക്ക് കണക്കാക്കാറുണ്ട്. പോപ്പുലേഷൻ ഡൈനാമിക്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ തന്നെ എടുക്കുമ്പോൾ ഡൽഹിയിലുള്ളതും അല്ലെങ്കിൽ കർണാടകത്തിലുള്ളതും മധ്യപ്രദേശിലുള്ളതും പല സ്റ്റേറ്റിൽ എത്രമാത്രം പോപ്പുലേഷൻ ഡെൻസിറ്റി ഉണ്ട്, എത്രമാത്രം ഏരിയ ജനവാസമുള്ള ഏരിയ ഉണ്ട്, പോപ്പുലേഷനുള്ള അല്ലെങ്കിൽ ജനസാന്ദ്രതയുള്ള ഏരിയ ഉണ്ട്, ഇതെല്ലാം ഡീപ്പായിട്ട് നമുക്ക് ജനറൽ നോളജ് സബ്ജക്റ്റുകളിൽ നിന്നും ജനറൽ നോളജ് ബുക്കുകളിൽ നിന്നും നിസ്സാരം കേരള PSCയുടെ ടെക്സ്റ്റുകളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്ന അറിവുകളാണ്. അത് കൂടുതൽ വായിച്ച് മനസ്സിലാക്കി അത് നമുക്ക് മനസ്സിലാക്കാൻ, ഒരു സോഷ്യൽ വർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥി മനസ്സിലാക്കണം, നമ്മൾ പഠിക്കുക, മനസ്സിലാക്കുക. അടുത്ത നമ്മൾ വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസിലേക്കാണ്. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിലേക്ക് അതും വലിയ ഡീപ്പായിട്ട് ഞാൻ പോകുന്നില്ല. നമുക്ക് 1 മണിക്കൂർ കൊണ്ട് ഈ മൊഡ്യൂൾ 3 നമുക്കിവിടെ ഓൺലൈനിൽ തീർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. നാഷണൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം നമുക്ക് നവഡേയ്സ് നമുക്ക് ഒരുപാട് പോപ്പുലാരിറ്റി ഉള്ള ഏരിയയാണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഒരുപാട് കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്, ബാങ്കുകൾ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 5 years ബിഫോർ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്, അല്ലെങ്കിൽ ഒരു 10 years ബിഫോർ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ലായിരുന്നു. ലൈഫ് ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ LIC ആയിരുന്നു ഒരുപാട് നമുക്ക് ലൈഫ് ഇൻഷുറൻസ് നൽകിക്കൊണ്ടിരുന്നത്.
നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഒരുപാട് നമുക്ക് ഇൻഷുറൻസ് നമുക്ക് എല്ലാവർക്കും എല്ലാ കമ്പനികൾക്കും ഡെവലപ്പ് ചെയ്തെടുക്കാവുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഒരുപാട് വന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സ്കീംസ് ഉണ്ട്. നമുക്ക് പരിചയമുള്ളതാണ് രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന, RSB. നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണത്. എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ഒരു സ്ഥാപനത്തിൻ്റെ എംപ്ലോയീസിൻ്റെ പേരിൽ എടുക്കുന്ന സ്കീമാണ് എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് സ്കീം, ആം ആദ്മി ഭീമാ യോജന, ജനശ്രീ ഭീമാ യോജന, യൂണിവേഴ്സൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം, ഇതെല്ലാം ഹെൽത്ത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന ബോഡികൾ കേരള സ്റ്റേറ്റിൽ ഇന്ത്യയിലുണ്ട്. അതിൻ്റെ ഒരു ചെറിയ ഒരു ബ്രീഫ് തന്ന് പോവുകയാണ്. ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ നമ്പർ ഓഫ് ആക്ട്. First statute of in India to regulate the life insurance business was in India. The Indian Life Insurance Companies Act 1912. The Insurance Act 1938 was first legislation governing all forms of insurance to provide strict state control over the insurance business. Insurance businessനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ചെറിയ ലോ നമ്മൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് സോഷ്യൽ ലെജിസ്ലേഷൻ എന്ന ഭാഗത്ത് കൂടുതൽ പഠിക്കുന്നതാണ്. എങ്കിലും നമ്മൾ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഹെൽത്ത് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ജോലി സാധ്യതയുള്ള ഏരിയയാണ്. അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോഴൊക്കെ ഇൻഷുറൻസിനെ പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റൊന്ന് കേരളത്തിലെ ഇൻഷുറൻസിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്നതാണ് കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ഏജൻസി ഓഫ് കേരള, ചൈക്ക് എന്ന് പറയും. എ നോഡൽ ഏജൻസി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി RSBY. ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇത് വരുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ഇൻ കേരള. ലേബർ ആൻഡ് റിഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെന്റ് ഈസ് ദി നോഡൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ദി സ്കീം. ദി ഡിപ്പാർട്ട്മെന്റ് വർക്ക് ഇൻ ദി കൊളാബറേഷൻ വിത്ത് ദി ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതുവരെയായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ഇത് ചൈക്കിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ചൈക്കിനെ പറ്റിയുള്ള അല്ലെങ്കിൽ കോംപ്രിഹെൻസീവ് ഹെൽത്ത് ഇൻഷുറൻസ് ആക്ട് കേരളയുടെ ചൈക്കിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ചൈക്കിൻ്റെ വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് പല സ്കീമുകളും ചൈക്ക് ഏറ്റെടുത്തിട്ട് കിട്ടത്തക്ക രീതിയിൽ നമുക്കത് ഈസിയാക്കി തരികയാണ്. പ്രത്യേകിച്ച് RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ഭീമാ യോജന, അതിൻ്റെയൊക്കെ വർക്ക് ചൈക്ക് ഏറ്റെടുത്ത് നമുക്ക് അതിൻ്റെ നൽകുകയാണ്. കൂടാതെ തന്നെ ഇൻഷുറൻസ് റെഗുലേറ്റ് ചെയ്യാനും ചൈക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 8 മൊഡ്യൂൾ 3 യൂണിറ്റ് 8 ഹെൽത്ത് ഇൻഷുറൻസും ഹെൽത്ത് ഇൻഷുറൻസ് ഇംപ്ലിമെൻറ്റേഷനും അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എങ്ങനെയാണ് ഹെൽത്ത് ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഗവൺമെൻറ് ഓഫ് കേരള എങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത്, ഹെൽത്ത് പോളിസീസ്, ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്ന മോട്ടോ എന്താണ്, പോപ്പുലേഷൻ പോളിസീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വരുന്നത് യൂണിറ്റ് 9 ഒരു ടോപ്പിക്കിലേക്ക് വരികയാണ്. അത് നമ്മൾ ഈ ഹെൽത്ത് പോളിസീസ് എല്ലാം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ, ഹെൽത്ത് പോളിസീസ്, പോപ്പുലേഷൻ പോളിസീസ്, ഏത് പോളിസീസ് ആണെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ along with that policies if we need to implement that policies we need to plan some programs. നമുക്ക് പോളിസീസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ കുറേ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യൂണിറ്റ് 9 കൂടുതൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് വരുന്നത്. ഈ മൊഡ്യൂൾ 3 ടോപ്പിക് തന്നെ ഇതാണ്, ഹെൽത്ത് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പം സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കണം. എന്താണ് ഹെൽത്ത് പ്രോഗ്രാംസ്? വാട്ട് ഈസ് ഹെൽത്ത് പ്രോഗ്രാംസ്? നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഈസ് ഇൻസ്ട്രുമെൻ്റൽ ആൻഡ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് വേരിയസ് പ്രോഗ്രാംസ് ഓൺ എ national scale in the areas of health, prevention and control of major communicable disease and promotion of traditional and indigenous system of medicine. ട്രഡീഷണൽ ആൻഡ് ഇൻഡിജിനസ് സിസ്റ്റത്തെ പറ്റിയൊക്കെയുള്ള ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഓരോ പോളിസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ പോളിസിയോടൊപ്പം തന്നെ ചില ഹെൽത്ത് പ്രോഗ്രാംസും നാം പ്ലാൻ ചെയ്യുകയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് among that health programs, the major and important health programs is related to the family welfare. കുടുംബക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് ഫാമിലി വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നത്. അത് 1990 മുമ്പ് തന്നെ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ നമുക്കുണ്ടായിരുന്ന ഫാമിലി പ്ലാനിങ് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. കുടുംബാസൂത്രണം,
അപ്പോൾ ഇതെല്ലാം ഫാമിലി വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴും നമുക്ക് ഹെൽത്ത് പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കാണുകയാണ്? എന്താണ് ഫാമിലി വെൽഫെയർ? In family welfare, family planning is important. Then what is family planning? Family planning means planning by individuals or couples to have only the children they want when they want them. This is responsible parenthood. Family welfare include not only planning of birth but the welfare of whole family by means of total family health care. ഫാമിലി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കുടുംബാസൂത്രണം എന്നുള്ള ആൾക്കാർക്ക് ചില ഒരു തെറ്റിദ്ധാരണ ഉള്ളത് നമ്മളുടെ പ്രഗ്നൻസി പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടികളുടെ എണ്ണം കുറയ്ക്കുക, ഇതൊക്കെ മാത്രമാണെന്നാണ് നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ. എങ്കിൽ കുടുംബാസൂത്രണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ജനകീയാസൂത്രണം നമുക്കൊരു ഇതുണ്ട്, പീപ്പിൾ പ്ലാനിങ് അല്ലേ, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി പ്ലാനിങ്. അപ്പോൾ അതുമായിട്ട് അതിൽ നിന്ന് മാറി കുടുംബാസൂത്രണം വരുമ്പോഴത്തേക്കും ഒരു ഫാമിലിയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റ് പ്ലാൻ ചെയ്ത് മുമ്പോട്ട് പോവുക. അതിനകത്ത് മെമ്പേഴ്സിൻ്റെ എണ്ണം മാത്രമല്ല പ്രധാനപ്പെട്ടത്, ഫാമിലി പ്ലാനിങ്ങിൽ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഫാമിലിയിൽ ഒരു ഫാമിലിയിലെ ഫാദർ, മദർ, നമ്മുടെ കുട്ടികൾ ഇവരെല്ലാം ഉൾപ്പെടുന്ന ഫാമിലിയിൽ എല്ലാവർക്കും ഈക്വൽ ആ ഒരു പ്രയോറിറ്റി കൊടുത്ത് എല്ലാവരുടെയും ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്ത് എല്ലാ ഇൻഡിവിജ്വലും പ്രൊഡക്റ്റീവായിട്ട് മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറ്റിയെടുത്ത് ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ കൊണ്ടുപോവുകയാണ്. അതിനകത്ത് ബഡ്ജറ്റിങ് വരും, ഫാമിലി ബഡ്ജറ്റിങ് വരും, ഫാമിലി മെമ്പേഴ്സിന് വരും, ഫാമിലി പോപ്പുലേഷൻ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യം ഒരു അവിടുത്തെ ഭരണാധികാരികൾ എങ്ങനെ കൊണ്ടുപോകുന്നു, അതുപോലെ തന്നെ ഒരു കുടുംബത്തിൻ്റെ കാര്യം കുടുംബത്തിലെ ഭരണാധികാരികൾ അത് പ്ലാൻ ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ പോകും. അപ്പം ഹെൽത്ത് പ്രോഗ്രാംസിനകത്ത് ഫാമിലി പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയത് ഇതുകൊണ്ടാണ്. ആ ഫാമിലിയിലെ മെമ്പേഴ്സിനൊക്കെ അവരുടെ അതിനകത്ത് ബർത്ത് കൺട്രോളൊക്കെ ഉണ്ട്. ബർത്ത് കൺട്രോൾ വരുന്നത് എപ്പോഴാണ്? നമുക്ക് ബർത്ത് കൺട്രോൾ നാച്ചുറൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ബർത്ത് കൺട്രോൾ പ്രോഗ്രാംസ് ചെയ്യാം. അപ്പം അൺമെറ്റ് അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാതെ ഒരു കുട്ടി ജനിക്കുന്ന ഒരു സാഹചര്യം വരരുതെന്നുള്ളതാണ് പ്ലാൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കുട്ടി ആവശ്യമില്ലെങ്കിൽ നമുക്കത് ഒരു ഇൻഡിവിജ്വൽ ജനിച്ചു കഴിയുമ്പോൾ, ഒരു ചൈൽഡ് ജനിച്ചു കഴിയുമ്പോൾ ആ ചൈൽഡ് നമുക്ക് ആവശ്യമുള്ള ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഫാമിലിക്ക് ആവശ്യമുള്ള കുട്ടിയായിട്ട് വേണം വളർത്താൻ. അങ്ങനെ ഒരു ഇൻറ്റൻഷനോടെ അല്ല നമുക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസീസ് നമ്മൾ സാധിക്കുന്നതെങ്കിൽ നമുക്കത് അഡ്മിറ്റ് ആവും. ആ ഇൻഡിവിജ്വലിനോട് നമുക്കൊരു ഒരു ഹെസിറ്റേഷൻ അല്ലെങ്കിൽ ഒരു വെറുപ്പുണ്ടാവും. അപ്പോൾ അത് ആ ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ ഡെവലപ്മെൻറ്റിനെ ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻഡിവിജ്വലിൻ്റെ ഡെവലപ്മെൻറ്റ് സൊസൈറ്റിയെ മുഴുവൻ ബാധിക്കും. അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഈ നമുക്ക് ഫാമിലി പ്ലാനിങ് ഒക്കെ നമുക്ക് നേരത്തെ ഫാമിലി പ്ലാനിങ്ങിനോടൊപ്പം അൺമെറ്റ് നീഡ്സ് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കും നമുക്ക് പ്രഗ്നൻസി കൺട്രോളിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മൾ താല്പര്യത്തോടു കൂടി നമുക്കൊരു കുട്ടി ഉണ്ടാകണം, അല്ലെങ്കിൽ ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തോടു കൂടി കുട്ടി ഉണ്ടാകുമ്പോൾ അതിനെ ഡെവലപ്പ് ചെയ്ത് വരാനുള്ള അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലെല്ലാം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, പേരൻസിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, സൊസൈറ്റിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അൺമെറ്റ് നീഡ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ഇപ്പം അൺമാരിഡ് ആയിട്ടുള്ള ഒരു ലേഡി അത് പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോഴത്തേക്കും അത് അൺമെറ്റ് നീഡായി മാറും. ആ ഇൻഡിവിജ്വലിനെ അതെങ്ങനെ കെയർ ചെയ്യാൻ പറ്റും? അതെല്ലാം നമുക്ക് ആവശ്യമില്ലാത്ത കുട്ടിയായി മാറും. അപ്പോൾ ആ ഇൻഡിവിജ്വൽ ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ സൊസൈറ്റിയെ ബാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാനാണ് കൃത്യമായ ഫാമിലി പ്ലാനിങ്, അത് മാരേജ് എന്ന് പറയുന്ന സ്ട്രക്ചറിലൂടെ ഫാമിലി പ്ലാനിങ്ങിലൂടെ അത് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഹെൽത്ത് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഫാമിലി പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഫാമിലി പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫാമിലി വെൽഫെയർ മീൻസ് വെൽഫെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓവറോൾ നമ്മുടെ വെൽബീയിങ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫാമിലി വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രോപ്പർ ഫാമിലി പ്ലാനിങ് നമുക്ക് ആവശ്യമാണ്. ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസ്. നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫാമിലി വെൽഫെയർ പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ട് ചില ആക്ടിവിറ്റീസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്റ്റെറിലൈസേഷൻ പ്രോഗ്രാം, IUD പ്രോഗ്രാം, ഇൻട്രാക്ടറൈൻ ഡിവൈസ്, കോൺട്രാസെപ്റ്റീവ് പ്രോഗ്രാംസ്, ഫാമിലി പ്ലാനിംഗ്, ഇൻഷുറൻസ് സ്കീം, ജനന സുരക്ഷാ യോജന, ന്യൂട്രീഷൻ പ്രോഗ്രാം, അർബൻ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം, അർബൻ റിവാമ്പിംഗ് സ്കീം, ഗ്രീൻ കാർഡ് സ്കീം, റൂറൽ ഫാമിലി വെൽഫെയർ സ്കീം, ഇങ്ങനെ ഒരുപാട് ഫാമിലി പ്രോഗ്രാംസ് ഫാമിലി വെൽഫെയറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ ഗവൺമെൻറ് തരുന്നുണ്ട്. അടുത്തൊരു പ്രോഗ്രാം സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത് മുഴുവനും മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്താണ്, മദറിൻ്റെയും കുട്ടിയുടെയും ആരോഗ്യം. ഇതിന് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഹെൽത്ത് പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു ഫാമിലി ഡെവലപ്മെൻറ്റ്, ഒരു ഫാമിലിയുടെ ഡെവലപ്മെൻറ്റും ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഫാമിലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമ്മയും കുഞ്ഞും എന്നുള്ള കാര്യം.
അമ്മയും കുഞ്ഞും എങ്ങനെ പ്രധാനപ്പെട്ടതായി മാറുന്നത്? ഈ അമ്മയിലൂടെ കുഞ്ഞുണ്ടായി. ഈ കുഞ്ഞ് ഒരു നിസ്സാരക്കാരനല്ല. ഇറ്റ് ഈസ് ഇൻഡിവിജ്വൽ ഫോർ ദി സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റി ഡെവലപ്മെൻറ്റിനും സൊസൈറ്റിക്കും ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് ഈ അമ്മയിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞ്. അത് ഇവിടെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞ് മാത്രമല്ല, ഈ ലോകത്ത് എവിടെ ഉണ്ടാകുന്ന ഒരു കുഞ്ഞും സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ 600 കോടി അല്ലെങ്കിൽ നമ്മുടെ കോടിക്കണക്കിന് ജനസംഖ്യയ്ക്കകത്ത് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഡെവലപ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അമ്മ ഗർഭം ധരിക്കുന്ന ആ നിമിഷം മുതൽ അമ്മയുടെ ഹെൽത്ത്, അതുകൊണ്ട് നമ്മളുടെ അടുത്തുള്ള അംഗൻവാടി വർക്കേഴ്സ്, ICDS സൂപ്പർവൈസ്, ICDക്കാരെല്ലാം നമ്മളുടെ അമ്മമാരുടെ അടുത്ത് വരും, നമ്മളുടെ ഹെൽത്ത് ചെക്ക് ചെയ്യും. അതോടൊപ്പം തന്നെ അമ്മ ഡെലിവറിക്ക് ശേഷം കുട്ടിയുടെ ആരോഗ്യം. അപ്പോൾ മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദി നാഷണൽ level. Central government it is giving very importance in the maternal and child health, because the new individual is coming for the society. Sometimes that individual may change the society. ആ ഇൻഡിവിജ്വൽ ആയിരിക്കും നമ്മുടെ സൊസൈറ്റി ചിലപ്പോൾ ചേഞ്ച് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും, അതായത് ഏത് ഇൻഡിവിജ്വലാണെന്ന് ഓരോ ഇൻഡിവിജ്വലും സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാംസിനകത്ത് ഫാമിലി പ്ലാനിങ്ങിന് ശേഷം ഫാമിലി വെൽഫെയറിന് ശേഷം നെക്സ്റ്റ് വരുന്നത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമുക്ക് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിൻ്റെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് MCH ഹെൽത്ത് സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററിലും കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലും അതോടൊപ്പം തന്നെ സബ് സെൻ്ററുകളിലും നമ്മളുടെ ഏരിയയിൽ നമ്മുടെ പഞ്ചായത്ത് ലെവലിലുള്ള എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും നമുക്ക് കുട്ടികൾക്കും അമ്മമാർക്കുമുള്ള ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഹെൽത്ത് പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഹെൽത്ത് പ്രോഗ്രാംസ് എല്ലാം ഈ നാഷണൽ പോളിസിക്കകത്ത് വരുന്നുണ്ട്. നാഷണൽ പോളിസിക്കകത്ത് എല്ലാം വർക്കൗട്ട് ചെയ്ത് വരണമെങ്കിൽ ഈ പറഞ്ഞ ഏരിയയുമായിട്ടുള്ള വർക്കൗട്ടിങ് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസാണ് നമ്മൾ ചെയ്യേണ്ടത്. അടുത്ത് വരുന്നത് നമ്മൾ സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാംസ്. നമുക്ക് ഇൻ മെനി സ്കൂൾസ് വി ഹാവ് മെനി കൗൺസിലേഴ്സ് ആൻഡ് മെനി സോഷ്യൽ വർക്കേഴ്സ് വർക്കിംഗ്. എന്തിനാണ് ഇത് വർക്ക് ചെയ്യുന്നത്? സ്കൂളിലെ കുട്ടികളുടെ ഹെൽത്ത്. ഞാൻ ആദ്യം പറഞ്ഞു ഓരോ ഇൻഡിവിജ്വലും ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദി സൊസൈറ്റി. ഇൻഡിവിജ്വൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി സൊസൈറ്റി. സോ ആ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റിനിടയ്ക്കുള്ള കാര്യമാണ് സ്കൂൾ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്കൂളിലെ ഹെൽത്ത് 10 വർഷം 12 വർഷം 15 വർഷം നമ്മൾ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ ഓരോ കുട്ടികളുടെ മാനസിക, മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ വീണ്ടും പറയും, സ്കൂൾ ഹെൽത്ത് എന്ന് പറയുമ്പോൾ സ്കൂളിലെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ സ്കൂളിലെ ഓരോ കുട്ടിയുടെയും മാനസികം, ശാരീരികം, മെൻ്റൽ, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ, സാമൂഹിക തലത്തിലുള്ള ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് യൂണിയൻ മിനിസ്ട്രി, സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം ഫാമിലിയെ ഫോക്കസ് ചെയ്യുന്നു, ഫാമിലി വെൽഫെയറിനെ ഫോക്കസ് ചെയ്യുന്നു. സെക്കൻഡ്ലി മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നു. നമുക്ക് മൂന്നാമതായിട്ട് വരുന്നത് സ്കൂൾ മെൻ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്യുന്നു. അടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വീണ്ടും വരുന്നതാണ്, നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോഗ്രാംസ് പഠിക്കാനുണ്ട്. ഹെൽത്ത് പ്രോഗ്രാംസ് കൂടുതലും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് NHM, നാഷണൽ ഹെൽത്ത് മിഷൻ. 2015 മുതൽ നമ്മൾ കാണുന്ന പണ്ട് NRHM എന്ന് പറയുന്ന നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, അതിപ്പോൾ NHM ആയി മാറിയിരിക്കുന്നു. 2015 മുതൽ NHM നമ്മുടെ ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അത് നമ്മളുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരുപാട് ഹെൽത്ത് പ്രോഗ്രാംസ് NHPയിലൂടെ തന്നെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. സോഷ്യൽ വർക്കേഴ്സിന് കൂടുതൽ ജോലി സാധ്യത കിട്ടുന്ന ഒരു ഏരിയയാണ് NHP, NHM നാഷണൽ ഹെൽത്ത് മിഷനകത്ത് ഒരുപാട് ജോലി സാധ്യതയുണ്ട്. അപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പ്രോഗ്രാംസ് എവിടെ കിട്ടും? നാഷണൽ ഹെൽത്ത് മിഷൻ്റെ വെബ്സൈറ്റുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് നാഷണൽ ഹെൽത്ത് മിഷനെ പറ്റി കൂടുതലായിട്ട് പഠിക്കണം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. നാഷണൽ ഹെൽത്ത് മിഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ 12th April 2005 to provide accessible, affordable and quality health care to rural population, especially the vulnerable group. NRHM seeks to provide equitable, affordable and quality health care to rural population, especially the vulnerable group. Vulnerable ഗ്രൂപ്പിൻ്റെ ഹെൽത്ത്, റൂറൽ പോപ്പുലേഷൻ്റെ ഹെൽത്ത് ഒക്കെയാണ് NRHM ഫോക്കസ് ചെയ്തത്. അടുത്തേക്ക് വരുന്നു. The National Health Mission encompasses its two submission.
ആദ്യം റൂറൽ ഹെൽത്ത് മിഷനായിരുന്നു, പിന്നെ നാഷണൽ ഹെൽത്ത് മിഷനായി. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ സബ് മിഷൻസ് ആയിട്ട് 2 മിഷൻസ് വരുന്നു. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും വരുന്നു. നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ നമ്മുടെ സിറ്റീസിലൊക്കെ ഉള്ള ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു. നാഷണൽ അർബൻ ഹെൽത്ത് മിഷൻ, റൂറൽ ഏരിയ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ. ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റുകളിൽ നിന്നും അവൈലബിൾ ആണ്. നാഷണൽ ഹെൽത്ത് മിഷൻ്റെ കേരളത്തിലെ ഘടകമാണ് ആരോഗ്യ കേരളം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആരോഗ്യ കേരളത്തിന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കുകളാണ് ആയുഷ്, അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസ് ഉണ്ട്, അങ്ങനെയുള്ള കുറേ ആയുഷ്. അപ്പോൾ ആരോഗ്യ കേരളത്തിൻ്റെ സൈറ്റ് കേരളത്തിലെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. നമുക്കിപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ലാത്തത്ര പ്രോഗ്രാംസ് ആയുഷിൻ്റെയും NRHMൻ്റെയും സ്കീമിൽ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് ജസ്റ്റ് നമ്മൾ വിസിറ്റ് ചെയ്യുക, നിങ്ങൾ ആരോഗ്യ കേരളത്തിൻ്റെ സൈറ്റും NRHMൻ്റെ സൈറ്റും വിസിറ്റ് ചെയ്യുക, കൂടുതൽ ഐഡിയ മനസ്സിലാവും. ഇപ്പോൾ നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് മിനിസ്ട്രിയോടൊപ്പം തന്നെ NRHMൻ്റെ സ്കീമുകളും പോകുന്നു. കേരളത്തിലാണെങ്കിൽ ആരോഗ്യ കേരളത്തിൻ്റെ സ്കീമുകളും മുമ്പോട്ട് പോവുകയാണ്. ഇനിയുള്ള കുറച്ച് പ്രോഗ്രാംസ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. UIP, നമുക്ക് ഈ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വന്നിട്ടുള്ള കുറേ പ്രോഗ്രാംസാണ്. UIP എന്താണ്? Universal Immunization Program is a vaccination program launched by the Government of India in 1985. It became a part of child survival and safe motherhood programs in 1992 and is currently one of the key areas under National Rural Health Mission 2005. ഈ UIP എന്ന് പറഞ്ഞൊരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, നമുക്ക് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ, വി ആർ ഓൾ ഹിയർ അബൌട്ട് ദ പൾസ് പോളിയോ ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇമ്മ്യൂണൈസേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് കുട്ടികൾക്ക്. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വർഷത്തിൽ 2 തവണ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം 1 ഡ്രോപ്സ് അല്ലെങ്കിൽ 2 ഡ്രോപ്സ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ അതിലൂടെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ചെയ്തു. പൾസ് പോളിയോ മാത്രമല്ല, ഒരുപാട് വന്നിട്ടുള്ള എപ്പിഡമോളജിക്കൽ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഇതെല്ലാം നമ്മൾ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിലൂടെ, പ്രത്യേകിച്ച് ഫൈലേറിയ മന്ദരോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എയ്ഡ്സ് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നു. ആ പ്രോഗ്രാംസിലൂടെ ഇത് ഇറാഡിക്കേറ്റ് ചെയ്ത് കംപ്ലീറ്റ്ലി നമ്മളുടെ രാജ്യത്ത് നിന്ന് മാറ്റാനാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാഷണൽ UIP എന്ന് പറഞ്ഞാൽ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമാണ്. അടുത്ത നാഷണൽ എമർജൻസി മാനേജ്മെൻറ്റ് പ്രോജക്ട്സ് NEMP, ഇതും നമ്മളുടെ സെൻട്രൽ ഗവൺമെൻറ് പ്രോഗ്രാമാണ്. അത് ഇന്റർനാഷണൽ ലെവലിൽ NEMPക്ക് നാഷണൽ എമർജൻസി മാനേജ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന ഒരു ഏരിയയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട് ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു ഏരിയ ആണിത്. അടുത്തത് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം. നമുക്ക് പണ്ട് കാലത്ത് നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കുന്ന ഒരു രോഗമായിരുന്നു കുഷ്ഠരോഗം, ലെപ്രസി. അത് നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസിലൂടെ നമ്മൾ മരുന്നുകൾ കൊടുത്തും ഇപ്പം നമുക്കത് റെയറായിട്ട് മാത്രമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്ന രോഗം നമുക്ക് ഈ നമ്മുടെ രാജ്യത്ത് കാണാൻ സാധിക്കുന്നത്. പണ്ട് നല്ല വൈഡായിട്ട് ഏരിയയിൽ കുഷ്ഠരോഗം എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് NLEP നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാംസിലൂടെ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിച്ചു. ഇനി അടുത്തുള്ള നാഷണൽ TB പ്രോഗ്രാം. നാഷണൽ TB പ്രോഗ്രാം ഞാൻ മുമ്പേ പറഞ്ഞത് നാഷണൽ TB ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കിപ്പോൾ കൊറോണയായിട്ട് ബന്ധപ്പെട്ട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ഇത് പടരുന്നത്, എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് TB. പക്ഷെ പലർക്കും അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ പടരുന്ന അസുഖമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഗവൺമെൻറ് ഒരുപാട് പോളിസീസ് നാഷണൽ ട്യൂബർക്കുലോസ് TB പ്രോഗ്രാം വെച്ചിരുന്നു. അത് 1962 വരെ തൊട്ട് NTP ഉണ്ട്. 1978 BCG വാക്സിനേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ TB കൺട്രോൾ ചെയ്യുന്നതിന് BCG വാക്സിനേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2006 and 2011 നമ്മളത് വീണ്ടും റിവൈസ് ചെയ്ത് റിവൈസ്ഡ് നാഷണൽ ട്യൂബർക്കുലോസിസ് കൺട്രോൾ പ്രോഗ്രാം, റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാം നമ്മൾ വർക്കൗട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന RNDCP ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും RNDCP എന്ന് വാക്ക് കേട്ടിട്ടുണ്ടെങ്കിൽ അത് റിവൈസ്ഡ് നാഷണൽ TB കൺട്രോൾ പ്രോഗ്രാമാണ്. അത് ഇപ്പോൾ 2011 വരെ മുമ്പോട്ട് പോകുന്നു. അത് വീണ്ടും അത് റിവൈസ് അതിൻ്റെ വർക്കുകൾ നമുക്ക് ഇപ്പോൾ 2020 നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് TB ആയിട്ട് ബന്ധപ്പെട്ടിട്ട്.
പ്രത്യേകിച്ച് TV വരുന്ന ആൾക്കാർക്ക് എയ്ഡ്സും HIV എയ്ഡ്സുമായിട്ട് ബന്ധപ്പെട്ട് HIV എയ്ഡ്സ് വന്നവർക്ക് TV പെട്ടെന്ന് പിടിക്കുന്നതായിട്ട് കാണുന്നു. അപ്പോൾ TV ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമായതുകൊണ്ട് വളരെ കീനായിട്ട് നമ്മൾ ഡോട്ട്സ് എന്ന് പറഞ്ഞ മരുന്ന് കേട്ടിട്ടുണ്ടാവും. 6 മാസം മരുന്ന് കഴിക്കുന്ന ഡോട്ട്സ് എന്ന് പറയുന്ന ഒരു ഡോട്ട്സ് പ്രൊവൈഡേഴ്സ് നമുക്ക് ഇവിടെയൊക്കെ PHCകളിലുണ്ട്. അപ്പം TV ഉള്ള ആൾക്കാരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അവരുടെ ടെസ്റ്റ് നടത്തുകയും TV ഉണ്ടെങ്കിൽ അത് കഴിച്ച് TV മാറ്റുകയും ചെയ്യേണ്ടതാണ്. നമ്മുടെ ഈ കൊറോണ എത്രമാത്രം ഭീതികൾ കാണുന്നു അതുപോലെ തന്നെ ഭീതി കാണേണ്ട ഒരു അസുഖമാണ് TB. പക്ഷെ പലരും അത് മാറ്റി വെക്കുകയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാംസാണ്. NTP ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് 2006 വന്നപ്പോഴത്തേക്കും RNTCP എത്തി. ഇനി അടുത്ത് വരുന്നത് ഡയറിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. അടുത്ത് വരുന്ന ഡയറിയ കൺട്രോൾ പ്രോഗ്രാമാണ് വരുന്നത്. പിന്നെ വരുന്നത് ഡയറിയ ഡിസീസ് കൺട്രോൾ പ്രോഗ്രാം. അതിൻ്റെ പല ഭാഗങ്ങൾ 1978 അത് ഇംപ്ലിമെൻ്റ് അതിൻ്റെ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെയുള്ളത് പ്രോഗ്രാമിൽ നിന്ന് അയഡിൻ ഡെഫിഷ്യൻസി ഡിസോർഡറാണ്. അയഡിൻ ഡെഫിഷ്യൻസി IDD എന്ന് പറഞ്ഞിട്ടുള്ള അയഡിൻ ഡെഫിഷ്യൻസി പ്രോഗ്രാംസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. പിന്നീട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളുടെ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം. പ്രത്യേകിച്ച് നമ്മളുടെ December 1 എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് നമ്മൾ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം NACP നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാംസ് അവിടെ ഒരുപാട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നതിൻ്റെ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു കാലത്തുണ്ടായിരുന്ന അത്രയും എയ്ഡ്സിൻ്റെ ഒരു സ്പ്രെഡിങ് ഇപ്പോൾ നടക്കുന്നില്ല, വളരെ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പോഴും നമ്മൾ അതിൻ്റെ പൂർണ്ണമായിട്ടും എയ്ഡ്സിനെ നമുക്ക് മാറ്റാൻ സാധിച്ചിട്ടില്ല. അതുവരെ നമ്മൾ ഈ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കും. കേരളത്തിലാണെങ്കിൽ കസാക്സ് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഒരുപാട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട് കസാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് കസാക്സിലൊക്കെ. അപ്പോൾ കസാക്സ് എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാംസുമായിട്ട് ഒരുപാട് ഇംപ്ലിമെൻറ്റേഷൻ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള പ്രോഗ്രാമാണ് നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ബ്ലൈൻഡ്നെസ് ആൻഡ് വിഷ്വൽ ഇമ്പയർമെൻറ്റ്. അന്ധതയെ തടയാനുള്ള പ്രോഗ്രാംസ് സെൻട്രൽ ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നു. വെൽഫെയർ മെഷേഴ്സ് ഫോർ ഫിസിക്കലി ചലഞ്ചിന് ദീൻ ദയാൽ ഡിസേബിൾഡ് റിഹാബിലിറ്റേഷൻ സ്കീം DDRC. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഫിസിക്കൽ ചലഞ്ചിന് ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തിരിക്കുന്ന വ്യക്തിയായിരുന്നു, ഒരു വൾണറബിൾ ഗ്രൂപ്പായിരുന്നു ഫിസിക്കൽ ചലഞ്ചിലായിട്ടുള്ള. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഫിസിക്കൽ ചലഞ്ചിലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് മെഷേഴ്സ് അവർക്ക് വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ ആരാധനാലയങ്ങളിലും സ്കൂളുകളിലും ഒക്കെ ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള ആൾക്കാർക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി റാമ്പുകൾ അങ്ങനെയുള്ള ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡിസബിലിറ്റി അവരുടെ കുറ്റമല്ല, ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോൾട്ട്. അവർ ബൈ ബർത്ത് സംഭവിച്ചതായിരിക്കും ഡിസബിലിറ്റി. അവർക്ക് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് പ്രോഗ്രാംസ് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ഇത്രയുമാണ് നമുക്ക് ഉള്ള പ്രൈമറി ഹെൽത്ത് കണ്ടീഷൻ. നമുക്ക് ഉള്ളത് എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം, ഫിസിക്കൽ ചലഞ്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോഗ്രാംസ് ഒരുപാടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയുള്ള നമുക്ക് അടുത്ത് കാണാനുള്ളത് വേൾഡ് ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലിലെ കുറേ ഓർഗനൈസേഷൻസ് ഉണ്ട്, ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഒരു വാക്ക് WHO തന്നെയാണ്. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് നമ്മളുടെ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇൻ്റർനാഷണൽ ലെവലിൽ UN-ൻ്റെ ഒരു ഓർഗനൈസേഷനാണ് WHO. WHO വർക്കിനെ പറ്റി നമുക്ക് ഈ കൊറോണ കാലഘട്ടത്തിൽ നമ്മൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എല്ലാവരും നല്ല ഫെമിലിയർ ആണ്. WHO-യും ICMR-ഉം അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആണ്. WHO നമ്മളുടെ ഇൻ്റർനാഷണൽ, അതാണ് യൂണിറ്റ് 10 നിങ്ങൾക്ക് പഠിക്കാനുള്ള MSW സിലബസിനകത്ത് കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇതിനകത്ത് പഠിക്കാനുള്ള യൂണിറ്റ് 10 വി ഹാവ് ടു സ്റ്റഡി അബൌട്ട് ദ ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് WHO, UNICEF ആൻഡ് റെഡ് ക്രോസ്. നമുക്ക് 3 ഓർഗനൈസേഷൻ പഠിക്കാനുള്ള ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട്. എങ്കിലും പ്രധാനമായിട്ടും നമുക്ക് ഈ സിലബസ് ബേസ്ഡ് പഠിക്കാനുള്ളത് 3 ഓർഗനൈസേഷനാണ്. WHO, the World Health Organization, is specialized agency of United Nations responsible for the international public health. The WHO Constitution, which established the agency's governing structure of the principles, state its main objectives as the attainment by all people of the highest possible level of health. UNICEF, UNICEF എന്നാണ് നേരത്തെ UNICEF, അതിപ്പോൾ UNICEF ആയിട്ടുണ്ട്. യുണൈറ്റഡ് നേഷൻസ് ഇൻ്റഗ്രേറ്റഡ് അതിൻ്റെ ഇതിലേക്ക് വരികയാണ് നമ്മൾ. UNICEF became a permanent part of United Nations system 1953. When our name was shortened United Nations Children's Fund, however, UNICEF retained the original acronym. UNICEF acronym United Nations Children's Fund, formerly 1946
to 53 യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. അപ്പോൾ നമ്മൾ ഈ വേൾഡ് വാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് യൂണിസെഫിൻ്റെ ആദ്യത്തെ വരവ്. 1946 മുതൽ 53 വരെ യുണൈറ്റഡ് നേഷൻസ് ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ടായിരുന്നു അന്നായിരുന്നു അതിൻ്റെ ഫുൾ നെയിം. അതുകൊണ്ട് യൂണിസെഫായിട്ട് വന്നത്. പിന്നീട് അത് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് അല്ലെങ്കിൽ യുസെഫ് എന്ന രീതിയിലേക്ക് അത് മാറ്റുകയാണ്. അത് യൂണിസെഫിനെ പറ്റി പറയുന്നു. അതിനുശേഷം നമ്മൾ റെഡ് ക്രോസിലേക്ക് പറയുന്നു. റെഡ് ക്രോസിനെ പറ്റി പറയുമ്പോൾ ഒരുപാട് നല്ല ഫെമിലിയർ ഉള്ള ഏരിയയാണ് റെഡ് ക്രോസ്. ഇൻ്റർനാഷണൽ ലെവലിൽ എല്ലാ രാജ്യത്ത് പോയാലും ഏത് രാജ്യത്ത് വർക്ക് ചെയ്യാൻ നമ്മൾ പോയാലും റെഡ് ക്രോസ് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഏജൻസി. റെഡ് ക്രോസ് ഇസ് ആൻ ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷൻ formally established in the Geneva Convention of 1864. It was originally limited to providing medical care for war casualties, but its service now included liaison between the prisoners and war and their families, relief to victims and natural disasters, etc. ലോകയുദ്ധങ്ങളും അല്ലെങ്കിൽ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വർക്കാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് വാറും ബന്ധപ്പെട്ടിട്ട് പ്രിസണേഴ്സ് ആയിട്ടുള്ളവർക്ക് ജയിൽവാസം അനുഭവിക്കുന്ന അവരുടെ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്ത് ഇവർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം യുണൈറ്റഡ് നേഷൻസ് റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഭാഗമാണ്. അടുത്ത് വരുന്നത് സ്റ്റേറ്റ് ഹെൽത്ത് പ്രോഗ്രാംസ് ഫോർ വീക്കർ സെഷൻ ഫിസിക്കലി ചലഞ്ചഡ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ചലഞ്ചഡ്. യൂണിറ്റ് 11 വരുന്ന ഒരു ഭാഗമാണ് സ്റ്റേറ്റ് ഹെൽത്ത് പ്രോഗ്രാംസ്. അതധികം നമ്മൾ വലിയ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇത് ഡീൽ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഹെൽത്ത് പ്രോഗ്രാംസ് ഫോർ വീക്കർ സെഷൻ ആൻഡ് ഫിസിക്കൽ ചലഞ്ചിൽ ഡീൽ ചെയ്യുമ്പോൾ നമ്മൾ കേരള പെർസ്പെക്റ്റീവിൽ MG യൂണിവേഴ്സിറ്റിയിൽ നമ്മളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ കേരള സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫിസിക്കലി ചലഞ്ചിനെ എങ്ങനെ അവർ അതുമായിട്ട് വർക്ക് ചെയ്യുന്നുള്ള പഠിച്ചാൽ മതി. ഇൻ കേസ് ഇഫ് യു വർക്ക് ഇൻ ദ തമിഴ്നാട് ഓർ കർണാടക, നിങ്ങൾ കർണാടകത്തിലാണ് തമിഴ്നാട്ടിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഡൽഹിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാംസ് നിങ്ങൾ കൂടുതൽ പഠിക്കണം. അവിടുത്തെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് നിങ്ങൾ കൂടുതൽ പോകുന്നതെങ്കിൽ ആ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ് പോളിസീസ് ഫിസിക്കൽ ചലഞ്ചായിട്ട് എങ്ങനെയായിട്ട് പഠിക്കണം. ഈ സ്റ്റേറ്റ് ലെവലിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതാണ് ചെറിയൊരു പ്രോബ്ലം ഉള്ളത്. നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. നാഷണൽ ലെവൽ പഠിക്കുമ്പോൾ ജനറലി പഠിക്കുക. പക്ഷേ ഇഫ് യു വർക്ക് ഇൻ ദ അബ്രോഡ്, നിങ്ങൾ അബ്രോഡ് വർക്ക് ചെയ്യുമ്പോൾ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ന്യൂസിലൻഡിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ആ ഏരിയയിലുള്ള അല്ലെങ്കിൽ ആ ഒരു കൺട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഹെൽത്ത് പോളിസീസും കാര്യങ്ങളും നമ്മൾ കൂടുതൽ പഠിച്ച് അതുമായിട്ട് വർക്ക് ചെയ്യണം. ഇപ്പം കേരള സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമുക്ക് ഫിസിക്കൽ ചലഞ്ചുമായിട്ട് പഠിക്കാനുള്ളതെങ്കിൽ നമ്മൾ KSSM എന്ന് പറയുന്ന കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, അത് ആ ഒരു മിഷൻ കേരള സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ഫിസിക്കൽ ചലഞ്ചിനുമായിട്ട് ഉള്ള ആൾക്കാരുമായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ KSSMൻ്റെ ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ പഠിക്കുക. KSSMൻ്റെ ആക്ടിവിറ്റീസ് KSSM സൈറ്റുകളിൽ അവൈലബിൾ ആണ്. നമ്മുടെ സ്റ്റേറ്റിലുള്ളതാണ്. നമ്മൾ സോഷ്യൽ വർക്കർ എന്ന നിലയിൽ KSSMൻ്റെ സൈറ്റുകളൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടിരിക്കണം. വെൽഫെയർ ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് PWDs എന്നാണ്. ഇൻ കേരള എ സ്റ്റേറ്റ് വൈഡ് സർവേ ഓഫ് person with disabilities was undertaken by the Kerala Social Security Mission in 2015. The first and its kind in India, covering 22 types of disabilities. 22 types of disabilities in Kerala Social Security Mission ഫേസ് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്ത് അതിനുള്ള കാര്യങ്ങളെല്ലാം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻസ് അതുമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നുണ്ട്. State policy for the person with disabilities. To enhance the standard of living PWDs with the help of time-bound program and action plan of the state, the Government of Kerala enacted the state policy for person with disabilities. Government of Kerala enacted policy for PWDs in the year 2015. Recognize the necessity of the inevitability of including disability dimensions in the development agenda, programs and action plan of the state. Participation of persons with disabilities in the development process, viewing disability as human rights issues, protecting from abuse and creating a positive environment and attitude for inclusive development and empowerment of persons with disabilities are the key strategies, focal dimensions of the policy. From being passive beneficiaries, the disabled have to consider as equal partners and contributors of the development process. Equal partners ആണ് ഡിസബിലിറ്റി ഉള്ള ആൾക്കാരും. അവരുടെ വർക്കിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് ഒരുപാട് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡിസബിലിറ്റി അവരുടെ ഒരു പ്രശ്നമല്ല, അവരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായ മാത്രമല്ല ചിലപ്പോൾ ബൈ ബർത്ത് ഡിസബിലിറ്റി സംഭവിക്കും. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ്
ബാധ്യസ്ഥരാണ്. അപ്പോൾ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏരിയകൾ വർക്ക് ചെയ്യുമ്പോൾ ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൂടുതൽ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുക. പ്ലാനിങ്ങിലൂടെ മുമ്പോട്ട് പോകാൻ സാധിക്കും. ഇത്രയുമാണ് മൊഡ്യൂൾ 3 നമുക്കുള്ളത്. മൊഡ്യൂൾ 3 യൂണിറ്റ് 4 യൂണിറ്റുകളുണ്ട്. അതിനകത്ത് യൂണിറ്റ് 8, 9, 10, 11 ഇത്രയും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം പഠിച്ച് നാഷണൽ ഹെൽത്ത് പോളിസി ഞാൻ പറഞ്ഞ 1-2 സൈറ്റുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. വിസിറ്റ് ചെയ്താൽ കൂടുതൽ ഐഡിയ കിട്ടും. ഒന്ന് NRHMൻ്റെ സൈറ്റ്, നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, NHMൻ്റെ സൈറ്റ്, WHO സൈറ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റുകൾ, UNICEFിൻ്റെ സൈറ്റുകൾ, കൂടാതെ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ സൈറ്റുകൾ, ആരോഗ്യ കേരളം തുടങ്ങിയ വെബ്സൈറ്റുകളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കും. MSW സ്റ്റുഡൻസ് എന്നാൽ PG സ്റ്റുഡൻസ് ആണ്, കൂടുതൽ റിസർച്ച് ബേസ്ഡ് പഠിക്കണം. അപ്പോൾ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ഇതുമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. 3ാമത്തെ മൊഡ്യൂൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. അടുത്ത മൊഡ്യൂൾ 4ാമത്തെ മൊഡ്യൂളുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.